നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെളിവെള്ളം കൊണ്ടുവന്ന് നിയമസഭ നാറ്റിച്ച പിണറായിക്ക് പൂരത്തെറിവിളി. ഇറക്കുന്ന സ്ക്രിപ്റ്റ് എല്ലാം 8 നിലയിൽ പൊട്ടുകയാണ്. AKG നാടക കമ്പനി പൂട്ടിക്കെട്ടാറായെന്നാണ് പരിഹാസം. വായുവിൽ നിന്ന് വെള്ളം കുപ്പിയിൽ പിടിച്ചെടുക്കുന്ന പിണറായി സിദ്ധന 10 തലയാണ് തന്നി മണ്ടനെന്ന് മുൻ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയ കത്തിച്ച് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ. പിണറായി ബാധ കയറിയത് ശരിക്കും മുൻമന്ത്രി രാജനായിരുന്നു. നിലത്തിരുന്ന് ചെളിവെള്ളം കോരിയെടുക്കുക, കുപ്പിയിലാക്കിക്കൊണ്ട് നടക്കുക, അങ്ങനെ വിചിത്രമായ എന്തൊക്കെയോ പണികളാണ് മൂപ്പർക്കെന്ന് മറ്റൊരു പരിഹാസം. മുൻപ് വയനാട്ടിലെ വീടിന്റെ ഭിത്തി ചുരണ്ടാൻ പോയി അങ്ങനെയും ട്രോള് മേടിച്ചു കൂട്ടി. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് വെള്ളം ശേഖരിക്കൽ. പിണറായി വിജയനെ സ്കോർ ചെയ്യാൻ വേണ്ടി നിയമസഭയിൽ 10 ഡയലോഗ് അടിക്കുന്നതിന് വേണ്ടി കൂടെയുള്ളവർ എന്തെല്ലാം പണിയെടുക്കണമെന്നാണ് മറ്റൊരു പരിഹാസം. അധികാരം പോയാൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെയും സമനില തെറ്റിപ്പോകുമോ എന്നാണ് കട്ട പരിഹാസം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഏതു നേരത്താണോ കുപ്പിവെള്ളവും കൊണ്ട് നിയമസഭയിൽ വരാൻ തോന്നിയത്? അതായത് പ്രത്യേകം ഒരു കവറിനകത്തൊക്കെ ആക്കിയായിരുന്നു പിണറായി വിജയൻ നിയമസഭയിലേക്ക് ഈ ചെളിവെള്ളം നിറഞ്ഞ കുപ്പി കൊണ്ടുവന്നത്. ഭദ്രമായി കയ്യിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന ഈ കവറിനകത്ത് എന്താണ് പിണറായി എടുക്കാൻ പോകുന്നത് എന്ന് നിയമസഭയിൽ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ചെളിവെള്ളം നിറഞ്ഞ കുപ്പി ഉയർത്തിക്കാട്ടി ഇതാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് എടുത്ത് വീശിയത് എന്നൊക്കെ കട്ട ഡയലോഗ് അടിച്ചങ്ങോട്ട് വന്നു കയറിയതാണ്. പക്ഷേ ഈ നേരം വരെ പിണറായി എയറിൽ നിന്ന് നിലത്തോട്ടിറങ്ങിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയിരിക്കുകയാണെന്ന് പച്ചയ്ക്ക് വിമർശിച്ചത് തവനൂർ MLA VS ജോയിയാണ്. നിയമസഭയിൽ ജോയിയുടെ പ്രസംഗം ഇപ്പോൾ തീപ്പൊരിയായിട്ട് വൈറലാണ്. ഇതിലും വലിയ മറുപടി ഇനി പിണറായി കൂട്ടർക്ക് കിട്ടാനില്ല എന്നാണ് കോൺഗ്രസുകാർ കട്ടയ്ക്ക് പറയുന്നത്. അതായത് VS ജോയിയുടെ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും ഇതിന് മറുപടി കൊടുത്തുകൊണ്ടുള്ള എല്ലാവരുടെയും പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകൾ. കാരണം അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് പിണറായിക്കിട്ട് 4 കൊട്ട് കൊടുക്കാൻ. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് KSU യൂത്ത് കോൺഗ്രസുകാർക്ക് കൊടുത്ത അടിക്ക് ഒരു മയവും ഉണ്ടായിരുന്നില്ല. ആ പിണറായി ഇപ്പോൾ അവർക്ക് തല്ല് കിട്ടുന്നതിനെ കുറിച്ച് നിയമസഭയിൽ രോദനം പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ പറയുന്നത്. ഇത് മാത്രമല്ല, ഷാഫി പറമ്പിലിന്റെയൊക്കെ മൂക്ക് തല്ലി പൊട്ടിക്കാൻ പോലീസ് മുന്നിൽ നിന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. അക്കൂട്ടരുടെ ഇപ്പോഴത്തെ നിലവിളി എത്ര സുഖമുണ്ട് കേൾക്കാൻ എന്ന് കോൺഗ്രസുകാർ പറയുമ്പോൾ ശരിക്കും കലി ഇളകി രംഗത്തേക്ക് വരുന്നത് കമ്മിക്കൂട്ടങ്ങളാണ്. കമ്മിക്കൂട്ടങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളിൽ മുഴുവൻ കോൺഗ്രസുകാരെ വിമർശിച്ചുകൊണ്ടാണ്, ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവരും കളം നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഇതിനിടയിൽ VS ജോയിയുടെ പ്രസംഗത്തിന്റെ ഒരു പൂർണ്ണ രൂപവും കൂടി കേൾക്കണം. കാരണം അദ്ദേഹം കട്ടയ്ക്കാണ് കത്തി കയറിയത് പിണറായി വിജയന് നേരെ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. ഇവർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുന്നിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക എന്ന് ഞങ്ങളൊക്കെ ധരിച്ചതാണ്. ഞങ്ങളൊക്കെ ആ ചോദ്യം ഉന്നയിച്ചതുമാണ്. ഇന്നുകൂടി മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ജലപീരങ്കി അടിച്ച വെള്ളം റോഡിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുകയാണ്. റോഡിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതമാണ് ഞങ്ങൾ തരികയാണ്. റോഡിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പത്രത്തിൽ അതുണ്ട്, ആ മാധ്യമ വാർത്തയുണ്ട്. ആ വാർത്തയാണ് സാർ ഇത്. മെട്രോ വാർത്തയിൽ വന്ന KB ജയചന്ദ്രൻ എന്ന പത്രപ്രവർത്തകൻ, ഫോട്ടോഗ്രാഫർ ഇന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യമാണ് അത്. ഇത് ചോദിക്കണം. കലക്കവെള്ളം റോഡിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആധികാരികമായിട്ടാണ് സാർ ഇത് പറയുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നല്ലോ സാർ. 100 കോടി രൂപ ഖജനാവിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാർ ഉടമകൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപ നികുതി അടച്ചിട്ടില്ല. അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന ന്യായമായ ബലമായ സംശയം നമുക്കുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നാണ് പറയാനുള്ളത്.
ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ബജറ്റ് നടപ്പിലാകാൻ പോകുന്ന ബജറ്റാണ്. പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അച്ചടിച്ച മഷി ഉണങ്ങും മുൻപ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഗവൺമെൻറ്റാണ്. അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കുള്ളിൽ വലിയ മാറ്റമുണ്ടാക്കി. ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ബജറ്റിലെ ഒരു വാചകത്തിനോ ഒരു വാക്കിനോ ഒരു കുത്തിനോ ഒരു കോമയ്ക്കോ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റമില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് നടപ്പിലാക്കും. ഞങ്ങൾ ഉമ്മൻചാണ്ടി എന്ന ഗവൺമെൻറ് അതിവേഗം ബഹുദൂരം എന്ന ആശയം ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച് കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും സ്മാർട്ട് സിറ്റിയും നടപ്പിലാക്കിയതുപോലെ നിങ്ങൾ 10 വർഷമായി കോഴിമുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ നിങ്ങൾ അടയിരുന്ന ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതൊരിക്കലും 10 വർഷത്തെ പോലെ പാഴ്വാക്കുകളുടെ ഒരു പഴങ്കട്ടയായി ഈ ബജറ്റ് കേരളത്തിൽ മാറില്ല. പ്രായോഗികമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളായിരിക്കും ഈ ബജറ്റിൽ ഉൾക്കൊള്ളുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജോയി പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ കലക്കവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് അത് കിടിലമായിട്ട് പിണറായിക്ക് ഇട്ടുകൊണ്ടിട്ടുണ്ട്. കാരണം ആധികാരികമായിട്ട് പിണറായി അത് സഭയിൽ അവതരിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതിന് പുല്ല് വില പോലും കൊടുക്കാതെയായിരുന്നു ഭരണപക്ഷത്തുള്ളവർ ഇന്ന് അതിനെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടത്. ഇവിടെ പിണറായി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. അതായത് ഇപ്പോൾ പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ അതിലെ വെള്ളം കുറച്ച് നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ കോൺഗ്രസും UDFും എല്ലാവരും കൃത്യമായി ചോദിക്കുന്നുണ്ട്, പിണറായി വിജയന്റെ കാലത്ത് എന്തായിരുന്നു കാണിച്ചു കൂട്ടിയതെന്ന്. ആ 10 വർഷക്കാലവും പനിനീരാണോ പിണറായി തളിച്ചത് എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തുള്ള പ്രവർത്തകർക്ക് ചെളിവെള്ളം അവരുടെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ പരാതി പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇതിനു മുൻപ് പോലീസിന്റെ ജലപീരങ്കിയിൽ നിന്ന് മോശം വെള്ളമാണ് ഞങ്ങൾക്ക് നേരെ അടിച്ചതെന്ന് ഇതിനു മുൻപ് KSUവും യൂത്ത് കോൺഗ്രസും പരാതി പറഞ്ഞിട്ടുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് മറുപടിയായിരുന്നു കൊടുത്തത്? നമുക്കറിയാം, രക്ഷാപ്രവർത്തനം നടത്തി ശീലമുള്ളവരായിരുന്നല്ലോ പിണറായി വിജയന്റെ കാലത്ത് പോലീസുകാർ. ചൂരലിനേക്കാൾ നല്ല നീളമുള്ള കമ്പും കോലുമൊക്കെ കൊണ്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ചിത്രവും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കോടതി പോലും അത് കണ്ടൊന്ന് ഞെട്ടിയതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് യൂത്ത് കോൺഗ്രസും KSUക്കാരും പരാതി പറഞ്ഞപ്പോൾ എന്ത് നടപടിയായിരുന്നു ഈ പിണറായി സർക്കാർ അന്ന് ഭരിച്ചപ്പോൾ എടുത്തത്? അതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് മാത്രമല്ല, സഭയിൽ ഈ വിഷയം കൈകാര്യം ചെയ്ത ഇന്നത്തെ ആഭ്യന്തര മന്ത്രിയുടെ ഒരു രീതി കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കൈയടിക്കണം രമേശ് ചെന്നിത്തലയ്ക്ക്. ഒരു ആഭ്യന്തര മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉത്തരമായി നമുക്കിപ്പോൾ രമേശ് ചെന്നിത്തലയെ ചൂണ്ടിക്കാണിക്കാം. മറ്റ് വകുപ്പുകൾ പോലെയല്ല, ആഭ്യന്തര വകുപ്പിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം എല്ലാത്തിനും മറുപടി പറയണം. കാരണം ആഭ്യന്തര വകുപ്പിന് നേരെ ഉയരുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാകൂ. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ, അതായത് പിണറായി വിജയൻ ആ കലക്കവെള്ളം ഉയർത്തി കാണിച്ച് ഇതാണ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചു പറയാമായിരുന്നു ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണെന്ന്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ആ കാര്യം അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു രീതി കൂടി നോക്കണം. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ ആദ്യമായല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ രമേശ് ചെന്നിത്തല വാട്ടർ അതോറിറ്റിയിൽ നിന്നെടുത്ത വെള്ളമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും ടാങ്കറിന്റെ പഴക്കം കാരണമായിരിക്കാം വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടായതെന്നും പ്രതികരിച്ചു. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജലപീരങ്കിയിൽ ഉപയോഗിച്ച വെള്ളം ലബോറട്ടറിയിൽ അയച്ച് പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി സഭയ്ക്ക് ഉറപ്പുകൊടുത്തു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാവിയിൽ ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതായത് ഒരു വകുപ്പ് ഭരിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം, ആ വകുപ്പിന് നേരെ വരുന്ന വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കുക. അല്ലാതെ ഇതിപ്പോൾ പിണറായി വിജയൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന കാലത്ത് ഈ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ പിണറായി വിജയൻ പറയും, ഇനി ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ട് നിൻ്റെയൊക്കെ ദേഹത്തോട്ട് അടിക്കാം എന്ന് പറയുന്ന ഒരു പിണറായി വിജയനായിരുന്നു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം പിണറായിയുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്നുകൊണ്ടേ മറുപടി പറയത്തുള്ളൂ. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നാലും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നാലും ശൈലി ഒന്നേ ഉള്ളൂ. വേണമെങ്കിൽ കേരളം അത് സഹിച്ചോളൂ എന്നുള്ള മട്ടാണ് പിണറായിക്കുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായി അതിന് ഉത്തരം കൊടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു അത് ലബോറട്ടറിയിൽ അയച്ച് പരിശോധന നടത്തും എന്ന്.
ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുമെന്നും അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് കയ്യിൽ കിട്ടുന്നവരെയൊക്കെ എങ്ങനെ വേണമെങ്കിലും അങ്ങ് കൈകാര്യം ചെയ്യാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. രക്ഷാപ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞില്ല. ഉത്തരവാദിത്വത്തോടെയുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു. കാരണം നിയമസഭയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നതാണ്. പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നേ മതിയാകൂ. എന്തായാലും പിണറായി വിജയൻ എന്തായാലും കലക്കവെള്ളവും കൊണ്ടുവന്നത് നല്ല നേരത്തല്ല. പിണറായി വിജയൻ അടപടലം ഇപ്പോൾ എയറിൽ കിടന്ന് അമ്മാനമാടുകയാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ കാലത്തെ പോലീസിന്റെ രീതികളെക്കുറിച്ചാണ്. ചോദിച്ച് മേടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്.